ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നമ്മുടെ ലൗലോലിക്ക അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. ഓരോ നാട്ടിലും ഓരോ പേരാണ് അതിന് പറയുന്നത്. ഇവിടെ നമ്മൾ ലൗലോലിക്ക എന്ന് പറയും. അപ്പോൾ ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചു തരാവേ. ഞാനാണെങ്കിൽ ഓൾറെഡി ഇതിൽ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഒരാഴ്ച ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ അച്ചാറിടുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിലിട്ടത് വേണം. അപ്പം ഞാനാണെങ്കിൽ കുറച്ചൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ബാക്കി അച്ചാറിടാമെന്ന് വിചാരിച്ചേ. ഇതിലോട്ട് കുറച്ച് നമുക്ക് കുറച്ച് മാറ്റി വെക്കാം. എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ലൗലോലിക്ക് ഉപ്പിലിട്ടത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ ഉപ്പിലിട്ടതെന്ന് വെച്ചാൽ നമ്മൾ ചൂടുവെള്ളം, എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ പറയുന്നത്, ചൂടുവെള്ളം തണുപ്പിച്ച ശേഷം വെള്ളം ഒഴിച്ചതിന് നമ്മുടെ ലൗലോലിക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മുടെ കാന്താരി മുളക്, ചെറിയ കാന്താരി മുളക് കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. എനിക്ക് കാന്താരി മുളക് കിട്ടിയില്ല. പിന്നെ ഈ വലിയ മുളകാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, വലിയ നീളമുള്ള മുളക്. അതും കുറച്ച് കുരുമുളകൊക്കെ ഇട്ടായിരുന്നു ഉപ്പിലിട്ട് വെച്ചത്. ഒരാഴ്ച തുറക്കാണ്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എടുത്തു, രണ്ട് മൂന്ന് ദിവസം എടുത്ത് കഴിച്ചായിരുന്നു. എന്നിട്ട് ബാക്കി അച്ചാറിടുവാണ്. അപ്പോൾ നമുക്കിതിന് ആവശ്യമായത് കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, പിന്നെ കായപ്പൊടി, പിന്നെ നല്ലെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ നമുക്കിത് ഉണ്ടാക്കാം. പിന്നെ മുളക് പൊടി, പിന്നെ മുളക് വേണം. മുളക് ഇല്ലേടി, ഈ സൈസിലുള്ള മുളക്. അപ്പോൾ ഇതെല്ലാം വെളുത്തുള്ളി ഒരു അല്ലിയായിട്ട് എടുക്കണം. ഇഞ്ചിയെല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കാണിച്ചു തരാം. വെളുത്തുള്ളി അരിയാട്ടോ. അപ്പോൾ എനിക്ക് കത്തി ഇട്ടിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഇത് താഴെ പോലെ വെളുത്തുള്ളി ഇന്ന അളവൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. കൂടുതലെടുത്താൽ കുഴപ്പമില്ല, കൂടുതലെടുത്താൽ അതിനനുസരിച്ച് ടേസ്റ്റാണ്. നമ്മുടെ കയ്യിലുള്ളതുപോലെ നമുക്ക് എടുക്കാം. അതിനനുസരിച്ച് ഇഞ്ചി എടുക്കാം കേട്ടോ. അപ്പോൾ ഗായ്സ്, ഈ വെളുത്തുള്ളി അരിയാൻ പറ്റുന്നില്ല. നമുക്ക് ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചാൽ എന്തും നേടാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ശ്രമിക്കാം. ആദ്യമായിട്ടാണ് അച്ചാർ ഉണ്ടാക്കാൻ പോകണം. അല്ല, മാങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ലൗലോലിക്ക അച്ചാർ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അതുപോലെ ഞാൻ വേറെ സ്ഥലങ്ങളിലൊക്കെ ലൂബിക്ക അങ്ങനെ എന്താ പറയണം കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് ലൗലോലിക്ക എന്നാണ് പറയണത്. ഇതിൻ്റെ പഴുത്തത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മറ്റേത് ഇച്ചിരി പുളിപ്പ്, പക്ഷെ ഉപ്പിലിട്ടപ്പോഴുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ചും ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഉപ്പിലിട്ടത് ഇങ്ങനെ കഴിക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കും. വോമിറ്റിങ് ചെയ്യാനൊക്കെ വരുന്ന ടൈമിൽ എടുത്തിങ്ങനെ കഴിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. കുറേ സമയം എടുക്കും. അപ്പോഴത്തേക്കും നമുക്ക് വല്ല ഡാൻസും കളിക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം എടുത്ത ശേഷം, ഇതെല്ലാം അരിഞ്ഞതിന് ശേഷം നിങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ ആദ്യത്തെ ഒരേ ഒരു പീസാണ് ഞാൻ അരിഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ പാത്രത്തിലോട്ടിടാം. എൻ്റെ ഉള്ളി എവിടെ കിടക്കും. അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിനിടെ വെളുത്തുള്ളി അരിഞ്ഞെടുത്തു, മുളക്, പിന്നെ ഇഞ്ചി. നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം ഉണ്ടാക്കാൻ. അപ്പം നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. ഗ്യാസ് കത്തിച്ചു, പാത്രം വെച്ചിട്ടുണ്ട്. നല്ലെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിക്കുകയാണ്. നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇടാം.
എണ്ണ ചൂടായിട്ടിട്ട് നമുക്ക് കുറച്ച് കടുകിടാം. ഇനി നമുക്ക് കുറച്ച് ഉലുവയാണേ. ഉലുവ കുറച്ച് ഉലുവയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ വെളുത്തുള്ളി, അത് ഇടാം. തീ കുറച്ച് വെക്കണേ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ ഒന്ന് കുറച്ച് വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞ് വെച്ച് ഇഞ്ചിയും കൂടെ ഇതിലോട്ട് ഇടാം. ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കരിഞ്ഞു. ഇത് ചെറുതായിട്ട് ഇങ്ങനെ മൂത്ത് വരുന്ന ടൈമിൽ പച്ചമുളകും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ചുകൂടെ മൂത്ത് വരുമ്പോൾ നമുക്ക് പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. ഉണ്ടല്ലോ, ഇങ്ങനെയൊന്ന് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കുക്കിംഗ് വ്ളോഗ് ഇടുന്നത്. അപ്പം അതിൻ്റേതായ പോരായ്മകളൊക്കെ കാണും, ക്ഷമിക്കുക. ഓക്കെ, നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇടാം. ഈ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇട്ടതാണ്. ഇത്ര അളവൊന്നുമില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ ഇഷ്ടത്തിനൊക്കെ ഇടാം, എരിവിനനുസരിച്ചൊക്കെ നമുക്ക് ഇടാം. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാവേ. ഇത് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി മുളക് പൊടി ഇടാം. ആദ്യം കുറച്ച് കാശ്മീരി പൊടിയാണ്, ഒരു 2 സ്പൂണ് കാശ്മീരി പൊടി ഇടുന്നുണ്ട്. പിന്നെ ഇതിൽ 1 സ്പൂണ് ഈ മുളകിൻ്റെ പേര് അറിഞ്ഞൂടെ, എരിവുള്ള മുളകില്ലേ, അത് ഇടുന്നു. എന്നിട്ട് നമുക്ക് മഞ്ഞപ്പൊടി ഇടാം. മഞ്ഞപ്പൊടി തുണി ഇട്ടിട്ട് വന്നതേ ഉള്ളൂ. അതിന് മുമ്പ് ഇതേപോലത്തെ കുറച്ച് മഞ്ഞപ്പൊടി മണം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ നമുക്ക് ഉപ്പിടാം. ഉപ്പ് ഓൾറെഡി അതിൽ കാണും, അതുകൊണ്ട് നമുക്ക് കുറച്ചിട്ടാൽ മതി. അപ്പം നമ്മളിതിൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ, പച്ചമണം മാറുന്നത് വരെ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ. അപ്പം ഞാനൊരു അമ്മച്ചി അല്ല, ഒരു ആൻറ്റി പോലെ ഉണ്ടല്ലേ, തല ബാക്കി കിട്ടി. അപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ കുറച്ച് ഉലുവയും കുറച്ച് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. നമുക്കിനി കുറച്ച് ഉലുവപ്പൊടി ഇടാം, കുറച്ച് ഇച്ചിരി, ഇത്രയും മതി, കുറച്ച് മതിയേ. ഉലുവപ്പൊടിയും പിന്നെ കുറച്ച് കായം, കുറച്ച് കായമല്ല, കായപ്പൊടി, കുറച്ച് കായപ്പൊടി ഇട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വിനാഗിരില്ലേ, വിനാഗിരി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ. കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉപ്പിലിട്ട് വെച്ച വെള്ളമില്ലേ, അത് നമുക്ക് ഇതിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം.
ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ. നമുക്കിതിലോട്ട് ലവലോലിക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചൊന്ന് ചൂടായതിന് ശേഷം ലവലോലിക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഇരിക്കൊണ്ട് നമുക്കിനി ഇതിലോട്ട് ലവലോലിക്ക് ആഡ് ചെയ്യാം. നമ്മളില്ലേ എല്ലാ ലവലോലിക്കും ഇതിലിട്ടായിരുന്നു. ഇതിന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാവേ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്യാം. പിന്നെ ഇല്ലേ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. എനിക്ക് അത്യാവശ്യം അച്ചാറിൽ നല്ല ഇങ്ങനെ വെള്ളത്തോടെ അച്ചാർ കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം. ചിലവർക്കിങ്ങനെ അരപ്പൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് എടുക്കുന്ന അച്ചാറില്ലേ, അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. ഞാൻ ഇതിലധികം വെള്ളം ഒഴിക്കുന്നുണ്ട്, അത് എൻ്റെ ഇഷ്ടത്തിന് ഒഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചെടുക്കുക കേട്ടോ. കണ്ടോ, ഞാൻ കുറച്ചധികം വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. എനിക്കുണ്ടല്ലോ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നത്. ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, നമുക്ക് എന്തെങ്കിലും തിളച്ച് വന്നിട്ട് നോക്കാം. ഞാൻ അത്ര കുക്കിംഗ് ചെയ്യുന്ന ആളൊന്നുമല്ല, പക്ഷെ എനിക്ക് കുക്കിംഗ് ഇഷ്ടമുള്ള സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യും, കുഴപ്പമില്ല. എന്നാലും നല്ല എല്ലാ ഫുഡൊന്നും എനിക്ക് വെക്കാൻ അറിയില്ല. അച്ചാർ ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ മാങ്ങയും നാരങ്ങ അച്ചാറും വെച്ചിട്ടുണ്ട്. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിലും നമുക്ക് കഴിക്കാം. പിന്നെ ഇതെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാമെന്നും. അപ്പോൾ ഇതിന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടല്ലോ. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കിതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂട് കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കിനി ഇത് വൈകിട്ട് എടുക്കാം. കുറച്ച് നേരം കൂടി ഇത് ഇരുന്ന് അരപ്പൊക്കെ ഇതിൽ സെറ്റായി പിടിച്ചു വരുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.